നമസ്കാരം സുഹൃത്തുക്കളെ, എസ് ആൻഡ് സ്റ്റോറീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മെ കൊണ്ടുപോകുന്നത് പ്രകൃതിയുടെ ഹൃദയഭാഗത്തേക്കാണ്. ചരിത്രവും രാജകീയതയും നിറഞ്ഞ മൈസൂരിലൂടെ കാടുകളുടെ നിശബ്ദതയും പ്രകൃതിയുടെ സംഗീതവും ആസ്വദിച്ച് കേരളത്തിന്റെ പച്ചപ്പിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മനോഹര റോഡ് ട്രിപ്പ്. മൈസൂരിൽ നിന്ന് ബന്ദിപ്പൂർ ദേശീയോദ്യാനവും മുതുമലൈ ടൈഗർ റിസർവും കടന്ന് ഈ യാത്ര ഒരു സാധാരണ ഡ്രൈവ് മാത്രമല്ല, പ്രകൃതിയുമായുള്ള ഒരു ആത്മബന്ധമാണ്. ബാംഗ്ലൂരിൽ മക്കളുടെ അടുത്ത് ഒരാഴ്ച ചിലവഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് ഏത് വഴി പോകണം എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഹൊസൂർ, ധർമ്മപുരി, സേലം, കോയമ്പത്തൂർ, പാലക്കാട് വഴി 450 കിലോമീറ്റർ 9 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താണ് എത്താറ്. ഒരു പ്രാവശ്യം മൈസൂർ കാഴ്ചകൾ കണ്ട് സത്യമംഗലം വഴി കോയമ്പത്തൂരിലെത്തി പാലക്കാട് വഴിയും തൃശ്ശൂരിലേക്ക് 300ഓളം കിലോമീറ്റർ 7.5 മണിക്കൂർ താണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വഴി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, മുതുമലൈ ടൈഗർ റിസർവ്, നിലമ്പൂർ, പെരിന്തൽമണ്ണ വഴി തൃശ്ശൂർക്ക് പോകാമെന്ന് കരുതി. 400 കിലോമീറ്ററോളം താണ്ടാൻ ഡ്രൈവിംഗ് അവേഴ്സ് 10 മണിക്കൂർ എടുക്കുമെങ്കിലും പുതിയൊരു വഴിയിലൂടെ ആകാമെന്ന് കരുതി ആ വഴി തിരഞ്ഞെടുത്തു. ഒരു കാര്യം ഓർക്കണം, കാലത്ത് 6 മണിക്ക് ശേഷമേ ബന്ദിപ്പൂർ കോറിലോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. രാവിലെ മൈസൂരിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര പുനരാരംഭിക്കുമ്പോൾ നഗരം പതിയെ പിന്നിലേക്ക് മറിയുന്നു. വിശാലമായ റോഡുകളും കൃഷിയിടങ്ങളും കടന്നു പോകുമ്പോൾ മുന്നിൽ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വനപാതകളിലൊന്നാണ്. ഇവിടെ നിന്നും വലത്തോട്ട് ഭാഗത്തേക്കാണ് ഗോപാലസ്വാമി ബെട്ടയിലേക്കുള്ള വഴി. റോഡിന്റെ 2 സൈഡുകളിലും പൂമരങ്ങളാണെന്ന് തോന്നുന്നു. ചുവന്ന പൂക്കൾ വിരിഞ്ഞു നിന്ന് യാത്രക്കാരെ വരവേൽക്കുന്ന പോലെ. മൈസൂരിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കോർ സോണിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഗോപാലസ്വാമി ബെട്ട എന്നറിയപ്പെടുന്ന ഹിമവത് ഗോപാലസ്വാമി കുന്നുകൾ. 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് 14-ാം നൂറ്റാണ്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും വർഷം മുഴുവനും കുന്നുകളെ മൂടുന്ന ഇടതൂർന്ന മൂടൽ മഞ്ഞിനും പേര് കേട്ടതാണ്. ചാമരാജനഗർ ജില്ലയിലെയാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ ഊട്ടി റോഡിൽ ഗുണ്ട്ലുപേട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. പുരാതന വേണുഗോപാലസ്വാമി ക്ഷേത്രം ഹൊയ്സാല രാജവംശത്തിന്റെ രാജാവ് വീരബല്ലാല AD 1315 നിർമ്മിച്ചതാണ്. ഇത് ചുരുണ്ട പുൽമേടുകളും ഇടതൂർന്ന വനങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കുന്നുകളിലോ ചുറ്റുപാടുകളിലോ കാട്ടാനകളെയും മാനുകളെയും പുള്ളിപ്പുലികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. രാവിലെ 8:30 വൈകുന്നേരം 4 ഇടയിൽ മാത്രമേ കുന്നും ക്ഷേത്രവും സന്ദർശിക്കാൻ കഴിയൂ. പ്രാദേശിക വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ താഴ്വരകൾക്ക് സമീപമുള്ള വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് കടക്കാൻ അനുവദിക്കില്ല. സന്ദർശകർ വാഹനങ്ങൾ അടിത്തട്ടിൽ പാർക്ക് ചെയ്ത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പ്രത്യേക ഷട്ടിൽ ബസ്സിൽ മുകളിലേക്ക് പോകണം. മുകളിൽ ഭക്ഷണമോ താമസമോ മെഡിക്കൽ സൗകര്യങ്ങളോ ലഭ്യമല്ല. നിങ്ങൾ സ്വന്തമായി വെള്ളം കരുതുകയും മൈസൂരിൽ നിന്നുള്ള ഒരു പകൽ വിനോദയാത്രയ്ക്കായി നിങ്ങളുടെ യാത്ര ആസൂത്രണം ചെയ്യുകയും വേണം. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലത്തിന് ശേഷമുള്ളതാണ്. അന്നേരം പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. അതേസമയം രാവിലെയും വൈകുന്നേരവും മഞ്ഞു മൂടിയ കാലാവസ്ഥ അനുഭവിക്കാൻ ഏറ്റവും നല്ല അവസരങ്ങൾ നൽകുന്നു. ഇപ്രാവശ്യം ഒരു സ്ഥലത്തും ഇറങ്ങി ഒന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള മൂഡിലല്ലാത്തതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ കവാടം. 1974 പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ബന്ദിപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടുവാ സങ്കേതങ്ങളിൽ ഒന്നാണ്. പശ്ചിമഘട്ടത്തിന്റെയും നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെയും ഭാഗമായ ഈ പ്രദേശം ആയിരക്കണക്കിന് വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്.
കാടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്ത ലോകത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ, ഇലകളിലൂടെ ചാലിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം, പക്ഷികളുടെ ശബ്ദങ്ങൾ എല്ലാം ചേർന്ന് ഒരു പ്രകൃതി സംഗീതം ഒരുക്കുന്നു. ഇവിടെ വാഹനത്തിന്റെ വേഗത കുറയുന്നു, കാരണം ഈ കാട് മനുഷ്യരുടേതല്ല, വന്യജീവികളുടേതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മാനിനെയും കുരങ്ങിനെയും മയിലിനെയും കാട്ടുപോത്തിനെയും റോഡരികിൽ വിശ്രമിക്കുന്ന ആനക്കൂട്ടങ്ങളെയും കാണാൻ സാധിക്കും. കുഞ്ഞാനകളോടൊപ്പം സഞ്ചരിക്കുന്ന ആനക്കുടുംബങ്ങൾ ഈ യാത്രയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചകളിൽ ഒന്നാണെന്നാണ് കേട്ടത്. ബന്ദിപ്പൂരിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ വളവും ഓരോ നിമിഷവും പുതിയൊരു അത്ഭുതം സമ്മാനിക്കുന്നു. കാടിനുള്ളിലെ നിശബ്ദത അതുല്യമാണ്. വാഹനങ്ങളുടെ ശബ്ദം പോലും ഇവിടെ പ്രകൃതിയുടെ വിശാലതയിൽ ലയിച്ചു പോകുന്നു. നാഷണൽ ഹൈവേ പണിത 4 ലൈനിലൂടെയോ 6 ലൈനിലൂടെയോ പോകുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക സുഖമാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, പെട്രോൾ പമ്പുകൾ, ഫ്രൂട്ട് കച്ചവടക്കാർ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അത്തരം റോഡ് സൈഡുകളിൽ കാണാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഇത്തരം കാടുകളിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. എത്ര ഡ്രൈവ് ചെയ്താലും ഒരു മുഷിച്ചിലും തോന്നാതെ, ഉറക്കം വരാതെ കാഴ്ചകൾ കണ്ട് പ്രകൃതിയുമായി ഇടപഴകി പോകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഈ സ്ഥലത്തിലൂടെ പോകുമ്പോൾ ഒരിക്കലും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. വാഹനത്തിന് സ്പീഡ് ലിമിറ്റ് പല സ്ഥലങ്ങളിലും എഴുതിയത് പ്രകാരം മാത്രം വാഹനം ഓടിക്കുക. മൃഗങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇത് മൃഗങ്ങളുടെ വാസസ്ഥലവും നമ്മൾ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വന്നവരാണെന്നും കരുതുക. ഇവിടുത്തെ റോഡിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. അധികം വീതിയൊന്നുമില്ല. എന്നാൽ റോഡിലെ ട്രാഫിക്കിനെ വച്ച് നോക്കുമ്പോൾ ഈ വീതി മതി. മാത്രമല്ല, ഇവിടെ റോഡ് വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ നശിപ്പിക്കുക എന്നതാണ്. വളരെ നല്ല രീതിയിലാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബന്ദിപ്പൂർ ദേശീയോദ്യാനവും മുതുമല കടുവ സംരക്ഷണ കേന്ദ്രവും ഒരേ തുടർച്ചയായ വന ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. പക്ഷെ അവ ഒരേ സംരക്ഷിത പ്രദേശമല്ല. ബന്ദിപ്പൂർ ദേശീയോദ്യാനം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുതുമലൈ കടുവ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് വനങ്ങളും സംസ്ഥാന അതിർത്തിയിൽ സംഗമിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷിത വനപ്രദേശങ്ങളിൽ ഒന്നായ വിശാലമായ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു. ഒന്നിച്ചവ കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതവുമായും കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആനകൾ, കടുവകൾ, പുള്ളിപ്പുലികൾ, കാട്ടുപോത്ത്, മാൻ, മറ്റ് നിരവധി മൃഗങ്ങൾ എന്നിവ സംസ്ഥാന അതിർത്തികളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ തടസ്സമില്ലാത്ത വന്യജീവി ആവാസ വ്യവസ്ഥ ഇത് സൃഷ്ടിക്കുന്നു. യാത്രക്കിടെ തുടർച്ചയായ ഒരു വനം കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് 3 പ്രധാന സംരക്ഷിത പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു: ബന്ദിപ്പൂർ, മുതുമല, വയനാട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടുവകളുടെയും ആനകളുടെയും ആവാസ വ്യവസ്ഥകളിൽ ഒന്നായി മാറുന്നു. അങ്ങകലെ കുറച്ച് മാനുകളെ നമുക്ക് കാണാൻ കഴിയും. അല്പസമയം കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടക്കും.
ഇവിടെ കർണാടക അതിർത്തിയാണ് ആ കാണുന്നത്. ചെക്ക് പോസ്റ്റാണ്. അതൊരു കൊരങ്ങൻ ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു പോകുന്നു. കാണുന്ന കമാനത്തിന്റെ അപ്പുറത്ത് ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന്റെ അപ്പുറം തമിഴ്നാട്, ഇപ്പുറം കർണാടക. അതാ നമ്മളിപ്പോ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയും തമിഴ്നാടിന്റെ ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങളിലൊന്നായ മുതുമലൈ കടുവ സങ്കേതത്തിലൂടെയാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വനമേഖല പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി പ്രേമികൾക്കും ഒരു സ്വർഗമാണ്. 1940 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട മുതുമലൈ പിന്നീട് കടുവകളുടെ സംരക്ഷണത്തിനായി ടൈഗർ റിസർവായി ഉയർത്തപ്പെട്ടു. ഇന്ന് ഏകദേശം 689 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സംരക്ഷിത വനപ്രദേശം ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയറിന്റെ റിസർവിന്റെ ഭാഗമാണ്. മുതുമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 3 സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ഒരു വശത്ത് കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതവും മറ്റൊരു വശത്ത് കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതവും ഇതുമായി ബന്ധിച്ചിരിക്കുന്നു. ഈ 3 വനങ്ങളും ചേർന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ വന്യജീവി ആവാസ വ്യവസ്ഥകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഇവിടെ കുറച്ച് മാനുകളെ കാണാം. ആനകളും കടുവകളും മറ്റു വന്യമൃഗങ്ങളും ഈ വനത്തിനിടയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. മുതുമലയിൽ കടുവ മാത്രമല്ല, ഇന്ത്യൻ ആന, കാട്ടുപോത്ത്, പുലി, കരടി, കാട്ടുനായ, മാൻ, സാമ്പാർ, മലയണ്ണാൻ തുടങ്ങി നിരവധി വന്യജീവികൾ ജീവിക്കുന്നു. കൂടാതെ 260-ലധികം പക്ഷികളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെയും വന്യജീവി ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട സ്ഥലമാണിത്. നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ റോഡരികിൽ മേയുന്ന മാൻകൂട്ടങ്ങളെയോ കാട്ടുപോത്തിനെയോ ആനക്കൂട്ടങ്ങളെയോ കാണാൻ സാധിക്കും. എന്നാൽ വന്യമൃഗങ്ങളെ കാണാൻ വാഹനം നിർത്തി ശബ്ദമുണ്ടാക്കുകയോ അവയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയോ ഒരിക്കലും പാടില്ല. മുതുമലൈ കാടുകൾ ഓരോ കാലാവസ്ഥയിലും ഓരോ ഭാവമാണ് അണിയുന്നത്. മഴക്കാലത്ത് എല്ലായിടത്തും പച്ചപ്പ് നിറയും. വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾ ജലാശയങ്ങൾക്ക് സമീപം കൂടുതൽ എത്തുന്നതിനാൽ അവയെ കാണാനുള്ള സാധ്യതയും കൂടും. ഈ വനത്തിന്റെ ഹൃദയഭാഗത്തുള്ള തെപ്പക്കാട്ട് ആന ക്യാമ്പ് വർഷങ്ങളായി പരിക്കേറ്റതോ രക്ഷപ്പെടുത്തിയതോ ആയ ആനകളെ പരിപാലിക്കുന്നതിനും വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. ഇവിടെ പരിശീലനം ലഭിച്ച കുങ്കിയാനകൾ വനസംരക്ഷണ ദൗത്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുതുമലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുക, ഹോൺ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വനത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും വന്യജീവികളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. മുതുമലൈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയും വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എത്ര പ്രധാനമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിക്കുന്ന പാഠശാല കൂടിയാണ്. അവിടെ കുറച്ച് മാനുകളെ നമുക്ക് കാണാൻ സാധിക്കും.
മുതുമലയിലേക്ക് കടക്കുമ്പോൾ വനത്തിന്റെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങൾ കാണാം. കൂടുതൽ സാന്ദ്രമായ കാടുകൾ, മലഞ്ചെരിവുകൾ, പച്ചപ്പിന്റെ വ്യത്യസ്ത നിറങ്ങൾ. ഇവിടുത്തെ ഓരോ കാഴ്ചയും ഒരു ഡോക്യുമെന്ററിയിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ തോന്നും. അങ്ങോട്ട് നോക്കൂ, നൂറുകണക്കിന് മാനുകളെ നമുക്ക് കാണാൻ കഴിയും. എന്തൊരു രസ കാണാൻ. നോക്കൂ, മാനുകളെല്ലാം പുല്ല് തിന്നുകയാണ്. നല്ലൊരു കാഴ്ച തന്നെ. ഈ അരികിലൂടെ ഒഴുകുന്നത് മോയാർ നദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഭവാനി നദിയുടെ 100 കിലോമീറ്റർ നീളമുള്ള ഒരു സുപ്രധാന പോഷക നദിയാണ് മോയാർ നദി. നീലഗിരി കുന്നുകളിലൂടെ ഒഴുകുന്ന ഇത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും മുതുമലൈ കടുവ സംരക്ഷണ കേന്ദ്രത്തിനും ഇടയിലുള്ള ഒരു സ്വാഭാവിക അതിർത്തിയായി മാറുന്നു. കുത്തനെയുള്ള മലയിടുക്കിനും മനോഹരമായ മോയാർ വെള്ളച്ചാട്ടത്തിനും പേരുകേട്ടതാണിത്. കുറെ ദൂരം ഈ നദി നമ്മുടെ ഇടതുവശത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേക്ക് മരങ്ങൾ ധാരാളം വളരുന്നുണ്ട്. ഇതുവരെ കണ്ട പച്ചപ്പിനേക്കാൾ കൂടുതൽ പച്ചപ്പ് ഈ ടൈഗർ റിസർവിനുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇവിടെ ലഭിക്കുന്ന മഴയുടെ തോത് വളരെ കൂടുതലായതുകൊണ്ടാകാം പച്ചപ്പിന്റെ രഹസ്യം. മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റോഡും ഇതുതന്നെയാണ്. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരി റോഡിലേക്ക് തിരിയും. ഊട്ടിയിലേക്ക് പോകേണ്ടവർ സ്ട്രെയിറ്റ് ആയി ഊട്ടി ഗുണ്ടലുപെട്ട് ഹൈവേയിലൂടെ പോകും. യാത്രയുടെ ലക്ഷ്യസ്ഥാനം മാത്രമല്ല പ്രധാനപ്പെട്ടത്, യാത്രക്കിടയിലെ അനുഭവങ്ങളാണ് യഥാർത്ഥ സമ്പത്ത്. ബന്ദിപ്പൂരിലെ മാനുകൾ, മുതുമലയിലെ പച്ചപ്പുകൾ, കാടിനുള്ളിലെ നിശബ്ദത, മലകളുടെ ഭംഗി, ഇതെല്ലാം ചേർന്നാണ് ഈ യാത്ര അവിസ്മരണീയമാക്കുന്നത്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മെ വീണ്ടും പ്രകൃതിയോട് ബന്ധിപ്പിക്കുന്നു. മൊബൈൽ ഫോണുകളുടെയും തിരക്കുകളുടെയും ലോകത്തു നിന്ന് മാറി കാറ്റിന്റെ ശബ്ദവും പക്ഷികളുടെ പാട്ടും കേൾക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കാട്ടുപന്നികൾ, കുരങ്ങുകൾ, വിവിധ ഇനം പക്ഷികൾ എന്നിവയും യാത്രയെ കൂടുതൽ സജീവമാക്കുന്നു. ഈ വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ മഹത്വം. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും പ്രകൃതിയുടെ മുമ്പിൽ അവൻ ഇപ്പോഴും ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. കാടുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ്, നിശബ്ദതയാണ്, സഹവർത്തിത്വമാണ്. യാത്രയുടെ ഓരോ കിലോമീറ്ററും നമ്മെ നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകറ്റി പ്രകൃതിയുടെ മടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. വെസ്റ്റേൺ ഘാട്ടിന്റെ മലനിരകളാണ് ആ കാണുന്നത്. എത്ര ഭംഗിയാണ് ആ മലകൾക്ക്.
വീണ്ടും ഒരു കൂട്ടം മാനുകൾ. മുതുമലൈ ടൈഗർ റിസർവ് ആ കാണുന്ന കമാനത്തിന്റെ അവിടെ അവസാനിക്കുകയാണ്. മുതുമലൈ കടുവ സങ്കേതത്തിന്റെ വനപ്പാത പിന്നിട്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മറ്റൊരു മനോഹരമായ ലോകത്തേക്കാണ്. കാടിന്റെ വന്യ സൗന്ദര്യത്തിൽ നിന്ന് പതിയെ പച്ച പുതച്ച ചായത്തോട്ടങ്ങളുടെ വിശാലതയിലേക്കുള്ള ഈ മാറ്റം ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. വനമേഖല അവസാനിക്കുന്നതോടെ റോഡിന്റെ ഇരുവശങ്ങളിലും കണ്ണെത്താ ദൂരത്തോളം വിരിഞ്ഞു കിടക്കുന്ന ചായത്തോട്ടങ്ങൾ നമ്മെ സ്വാഗതം ചെയ്യുന്നു. മുതുമലയ്ക്കും ഗൂഡല്ലൂരിനും ഇടയിലുള്ള ഈ പ്രദേശം നീലഗിരി മലനിരകളുടെ താഴ്ന്ന പീഠഭൂമിയുടെ ഭാഗമാണ്. ഗൂഡല്ലൂരിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ചരിത്രപരമായി ചായകൃഷിക്ക് പേരുകേട്ടവയാണ്. 1840കളിൽ ഇവിടെ ആദ്യം കാപ്പിത്തോട്ടങ്ങൾ ആരംഭിച്ചെങ്കിലും പിന്നീട് അവയിൽ പലതും ചായത്തോട്ടങ്ങളായി മാറി. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും സമൃദ്ധമായ മഴയും വളക്കൂറുള്ള മണ്ണുമാണ് മികച്ച നിലവാരത്തിലുള്ള ചായ ഇലകൾ വളരാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഡല്ലൂർ മേഖല ഇന്ന് ഇന്ത്യയിലെ പ്രധാന ചായ ഉൽപാദന മേഖലകളിലൊന്നായി അറിയപ്പെടുന്നു. ഈ യാത്ര തുടരുമ്പോൾ മലഞ്ചെരുവുകളെ പച്ച നിറത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ചായച്ചെടികളുടെ നിരകൾ ഒരു പച്ച കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ഇടയ്ക്കിടെ കാണുന്ന വെള്ളി നിറമുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങളും ഉയരമുള്ള തണൽ മരങ്ങളും ഈ കാഴ്ചയ്ക്ക് മറ്റൊരു ഭംഗി നൽകുന്നു. ഈ പാത വനവും ചായത്തോട്ടങ്ങളും ഇടചേർന്ന അപൂർവ ഭൂപ്രകൃതിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ ചായത്തോട്ടങ്ങളിൽ പലതിലും രാവിലെയോടെ തൊഴിലാളികൾ കൈകൊണ്ട് ഇളം ചായ നാമ്പുകൾ നുള്ളിയെടുക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. തലയിൽ കൊട്ടയും പുറത്ത് സഞ്ചിയും ധരിച്ച് പാട്ടുപാടി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഈ മലനാടിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഓരോ ഇലയും സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത ശേഷമാണ് അത് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് അത് വാടിക്കൽ, ചുരുട്ടൽ, ഉണക്കൽ, ഗ്രേഡിംഗ് എന്നീ ഘട്ടങ്ങളിലൂടെ അത് നമ്മുടെ പരിചിതമായ ചായപ്പൊടിയായി മാറുന്നു. ഓരോ തിരിവിലും പുതിയ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു വശത്ത് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും മറുവശത്ത് മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും. മഴക്കാലമാണെങ്കിൽ ഈ പ്രദേശം കൂടുതൽ മനോഹരമാകും. മേഘങ്ങൾ താഴ്ന്നിറങ്ങി ചായത്തോട്ടങ്ങളെ തഴുകുന്ന കാഴ്ച മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ പോകുമ്പോഴും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പൂർണ്ണമായും അവസാനിക്കുന്നില്ല. ഈ പ്രദേശം വന്യജീവികളുടെ സഞ്ചാരപാതകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ചിലപ്പോൾ കാട്ടാനകളെയോ കാട്ടുപോത്തിനെയോ റോഡരികിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം സുരക്ഷിതമായി ഓടിക്കുകയും ശല്യപ്പെടുത്താതിരിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ നാടുകാണി ചുരം ഇറങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഹരിതഭംഗി നിറഞ്ഞ ഈ മലനിരകളിലൂടെ സഞ്ചരിക്കുന്നത് ഒരു യാത്ര മാത്രമല്ല, പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ നടത്തുന്ന മനോഹരമായ ഒരു അനുഭവമാണ്. നാടുകാണി ചുരം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഭാഗത്തേക്കുള്ള പ്രധാന മലമ്പാതയാണ്.
കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ ഈ ചുരം ഏകദേശം 11 കിലോമീറ്റർ നീളമുള്ളതാണ്. വളവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ ഈ റോഡിലൂടെ വാഹനം സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തും പച്ച പുതച്ച വനങ്ങളും ഉയരമുള്ള മരങ്ങളും കണ്ണിന് കുളിർമയേകുന്നു. രാവിലെ മഞ്ഞു മൂടിയ സമയത്തോ മഴക്കാലത്തോ ഈ പ്രദേശത്തിന്റെ ഭംഗി വാക്കുകൾക്കതീതമാണ്. ഓരോ ഹെയർ പിൻ വളവുകൾ പിന്നിടുമ്പോൾ പുതിയൊരു കാഴ്ചയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ദൂരെയായി നീണ്ടു കിടക്കുന്ന മലനിരകളും താഴ്വരകളും ഇടയ്ക്കിടെ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദവും ശുദ്ധമായ മലക്കാറ്റും യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ആനകൾ, മാൻ, കാട്ടുപോത്ത്, മയിൽ തുടങ്ങിയ വന്യജീവികൾ ഇവിടെ ചിലപ്പോൾ റോഡരികിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനാൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേഗത നിയന്ത്രിക്കുകയും വന്യജീവികളെ ശല്യപ്പെടുത്താതിരിക്കുകയും ചെയ്യേണ്ടത് ഓരോ യാത്രക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടുതൽ സാന്ദ്രമായ വനങ്ങളും കേരളത്തിന്റെ ഈർപ്പമുള്ള കാലാവസ്ഥയും നമ്മെ സ്വാഗതം ചെയ്യുന്നു. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ കാണുന്ന മലകൾ അതിമനോഹരമാണ്. മേഘങ്ങൾ മലമുകളെ തഴുകിപ്പോകുന്നതും മഴത്തുള്ളികൾ ഇലകളിൽ വീഴുന്നതും ഇടയ്ക്കിടെ ഒഴുകുന്ന ചെറിയ അരുവികളും ഈ യാത്രയെ സിനിമയിലൊരു രംഗം പോലെ മനോഹരമാക്കുന്നു. ഈ യാത്രയുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു മനോഹരമായ യാത്രയിൽ കണ്ടുമുട്ടാം. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ഇനിയും ഇത്തരത്തിലുള്ള യാത്രാ വിശേഷണങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.